Baking soda experiments. That's the topic. It's so interesting. Hi all, my name is Ishaan. Welcome to my channel, Just Ishaan. So let's jump into the video. We experiment a rocket. We synthetic vinegar and baking soda a rocket. And also items I will show you. That's 1 liter bottle. That's a rocket in the shape of it. ഇവിടെ 3 സ്റ്റാൻഡ് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തി നിർത്താനാണ്. പിന്നെ 3 സൈഡിൽ ഞാൻ ഫിൻ വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ റോക്കറ്റിനൊക്കെ മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 3 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ സിന്തറ്റിക് വിനാഗർ നമുക്ക് 1/2 കപ്പ് ആവശ്യമുണ്ട്. പിന്നെ ഞാൻ ഒരു പഴയ കോർക്കിൻ്റെ അടിവശം എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിൽ 1/2 കപ്പ് വിനെഗർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ബേക്കിംഗ് സോഡയാണ്. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല ആഡ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോർക്ക് വെച്ചിട്ട് കമത്താനുള്ള ടൈം കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് അത് ഒരു വടി പോലെ മടക്കിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. Five, four, three, two, one. നമുക്ക് ബലൂൺ കൊണ്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാലോ. നമ്മുടെ ബേക്കിംഗ് സോഡയും സിന്തറ്റിക് വിനെഗറും യൂസ് ചെയ്തിട്ട് അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഒരു ഒഴിഞ്ഞ കുപ്പി, 1/2 കപ്പ് സിന്തറ്റിക് വിനെഗർ, ഒരു ബലൂൺ, 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എന്താണ് ഈ എക്സ്പെരിമെൻ്റ് എന്ന്. കൊക്കക്കോളയും ബേക്കിംഗ് സോഡയും നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും, കൊക്കക്കോളയും ബേക്കിംഗ് സോഡയും. അപ്പോൾ ഞാൻ അതൊന്നുകൂടിയും ട്രൈ ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? ഇതെൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. നേരത്തെ എന്തൊരു മിസ്റ്റേക്ക് പറ്റി. അത് ബേക്കിംഗ് സോഡ ഫണലിൽ കട്ട പിടിച്ചിരുന്നു അങ്ങനെ. അപ്പോൾ ഞാൻ ഫണലൊക്കെ വേറെ മാറ്റി. പിന്നെ ബേക്കിംഗ് സോഡയിലുള്ള മറ്റേ കട്ട പിടിച്ച് നിന്നതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്കിത് ചെയ്ത് നോക്കിയാലോ അല്ലേ? നമുക്കിനി ബേക്കിംഗ് സോഡയുടെയും സിന്തറ്റിക് വിനെഗറിൻ്റെയും പിന്നിലുള്ള സയൻസ് നോക്കിയാലോ. നമ്മൾ ബേക്കിംഗ് സോഡയും സിന്തറ്റിക് വിനെഗറും കൂടി ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ആവും.
അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ആവുന്നതിൻ്റെ പ്രഷർ കൊണ്ടാണ് നമ്മുടെ ബലൂൺ വീർക്കുന്നതും നമ്മുടെ റോക്കറ്റ് മുകളിലേക്ക് പൊന്തുന്നതും. ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ കൊക്കക്കോളയിൽ ഉപയോഗിക്കുന്നത്. കൊക്കക്കോളയുടെ സൊല്യൂഷനിൽ നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ആവും. അപ്പോൾ അതിൻ്റെ പ്രഷർ കൊണ്ടാണ് നമ്മുടെ കൊക്കക്കോളയുടെ അത് മുകളിലേക്ക് പത പോലെ വരുന്നത്. ഇതാണ് ഇതിൻ്റെ പിന്നിലത്തെ സയൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ജസ്റ്റ് ഇഷാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ ഇഷാൻ സൈനിങ് ഓഫ്.